ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ IT ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്പീക്കിങ്ങിനെ കുറിച്ച് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ സ്പീക്കിങ്ങിൽ നമുക്ക് എങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കാം. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, റോൾ പ്ലേ ഒക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്യും, പക്ഷേ അത് എങ്ങനെ പൊളൈറ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ റോൾ പ്ലേ എല്ലാം പ്രാക്ടീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ OET ട്യൂട്ടർ ആയിരിക്കും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും ഫീഡ്ബാക്ക് തരുന്നത്. നീ സംസാരിക്കുന്നതിൽ അത്രയ്ക്ക് പൊളൈറ്റ്നെസ് വരുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, പക്ഷേ ആ OETയുടെ ആ ഒരു വേ വരുന്നില്ല. അപ്പം നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടോൺ എപ്പോഴും എല്ലാവർക്കും മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ റോൾ പ്ലേ ചെയ്യുമ്പം അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നമ്മൾ ടോൺ കുറച്ച് മാറ്റണമെന്ന് എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. പക്ഷേ ചിലർക്ക് അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ നോർമൽ ടോൺ മാത്രമേ അവർക്ക് വരുള്ളൂ. അതായത് ഇപ്പം നമ്മൾ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം നമ്മൾ പൊളൈറ്റ്നെസ് അല്ലെങ്കിൽ ആ സിമ്പതി, ആ ഒരു എമ്പതി ഒക്കെ നമ്മൾ ആ സംസാരത്തിൽ വരണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ സെൻറ്റൻസ് കൊടുത്തിരിക്കുകയാണ്, റീഅഷ്യൂർ ദ പേഷ്യൻ്റ് അല്ലെങ്കിൽ റീഅഷ്യൂർ ദ മദർ റിഗാർഡിങ് പേഷ്യൻസ് കണ്ടീഷൻ. അപ്പം സർജറിക്ക് വേണ്ടി പോകുന്ന ഒരു പേഷ്യൻ്റാണ്, പേഷ്യൻറ്റിൻ്റെ പേരൻറ്റിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാം. എക്സാമ്പിൾ ഇപ്പോൾ റോസ് എന്നാണെന്നുണ്ടെങ്കിൽ, മിസ് റോസ്, നോ നീഡ് ടു വറി, ഐ ക്യാൻ റീഅഷ്യൂർ യു ദാറ്റ് ഷീ വിൽ ബി ഫൈൻ ആഫ്റ്റർ ദ സർജറി. അല്ലെങ്കിൽ I can truly understand your condition, but no need to worry, we are here to help your baby. So our tone differences കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്താൽ തന്നെ അത് കുറച്ചൊക്കെ നമുക്ക് ഓവർകം ചെയ്യാവുന്നേ. അപ്പോൾ അങ്ങനത്തെയുള്ള കുറച്ച് കണക്റ്റീവ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ പ്ലേ എക്സാമിന് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരില്ല. സോ ഓൾറെഡി നമ്മൾ ടെൻഷനിലിരിക്കുമ്പം ഈ ഇതൊക്കെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ വരണമെന്നില്ല. അപ്പം അതിനുവേണ്ടി നമുക്ക് ഈസി വേയിൽ പറയാൻ പറ്റുന്നതാണ്. ഇപ്പം എക്സാമ്പിൾ, അത് പല രീതിയിൽ ഉള്ള പൊളൈറ്റ്നെസ് ഉണ്ട്. ഒന്ന്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം, എക്സാമ്പിൾ ഞാനത് ഓരോരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് നമ്മുടെ റോൾ പ്ലേ മോസ്റ്റ്ലി സ്റ്റാർട്ടിങ് സിറ്റുവേഷൻസിൽ നമ്മൾ കുറച്ച് ഹിസ്റ്ററി കളക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം കുഡ് യു പ്ലീസ് ടെൽ മീ, can you explain me, may I ask you some questions. So ഈ may, can, could ഇതെല്ലാം പൊളൈറ്റ്നെസ്സോട് കൂടി നമുക്കൊരു കാര്യം ചോദിക്കാൻ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ്. നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ക്യാൻ യു ടെൽ മീ യുവർ നെയിം എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് മേ ഐ നോ യുവർ നെയിം. ആ മേ യൂസ് ചെയ്യുമ്പം ഒത്തിരി പൊളൈറ്റായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ ആ സംസാരത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് സംസാരത്തിലെ ടോൺ മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാക്സിമം നിങ്ങൾ മേ യൂസ് ചെയ്യുക. കാരണം നമുക്ക് മേ യൂഷ്വലി നമ്മൾ വായിൽ വരില്ല അല്ലേ, നമ്മളത് യൂസ്ഡ് അല്ല ഒരിക്കലും. നമ്മളിപ്പം ഈവൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ക്യാനേ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ. ക്യാൻ ഐ നോ ദാറ്റ്, ക്യാൻ യു ഡു ദാറ്റ്, ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദാറ്റ്. സോ അത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ക്യാൻ എപ്പോഴും നല്ലതാണ്, ബട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മേ. സോ മേ ഐ എക്സ്പ്ലെയിൻ യു സംതിങ്, മേ ഐ നോ റിഗാർഡിങ് ദിസ് ഇഷ്യൂ, അല്ലെങ്കിൽ മേ ഐ നോ യുവർ നെയിം പ്ലീസ്. ഇതൊക്കെ നമുക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റാർട്ടിങ് കോൺവെർസേഷനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹിസ്റ്ററി കളക്ട് ചെയ്യുവാണ്, ഈവൻ പേഷ്യൻ്റെ പേര് ചോദിക്കുകയാണ്, ഹൗ മേ ഐ അഡ്രസ് യു ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ. സോ ആ മേയും ക്യാനും ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചോദിക്കണമെങ്കിൽ, ഹൗ മേ ഐ അഡ്രസ് യു ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ. പെട്ടെന്ന് സമയം കളയാതെ കോൺവെർസേഷൻ പെട്ടെന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂസേജാണ് ഈ രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഹിസ്റ്ററി കളക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്വൈസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ്, അതായത് മിഡിൽ ഓഫ് ദി കോൺവെർസേഷൻ, മിഡിൽ ഓഫ് ദി റോൾ പ്ലേ, മോസ്റ്റ്ലി ഉള്ള റോൾ പ്ലേസിലെല്ലാം മിഡിൽ തൊട്ട് തന്നെ നമുക്ക് അഡ്വൈസ് വരും. എക്സാമ്പിൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ പോസ്റ്റ് വൂണ്ട് കെയർ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു പ്രൊസീജിയർ, അപ്പോൾ പോസ്റ്റ് പ്രൊസീജിയർ കെയർ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക്, അതായത് സർജറി, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, നമുക്ക് എല്ലാ എക്സാമിലും ഒരു ക്വസ്റ്റ്യൻസ് കമ്പൽസറി കാണും. ഇങ്ങനെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് പോയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അല്ലെങ്കിൽ ഇപ്പം ഡയറ്ററി മാനേജ്മെൻറ്റ്, സ്മോക്കിംഗ് സെസേഷൻ്റെ അഡ്വൈസസ്, ഇതെല്ലാം ഈ അഡ്വൈസ് ഇല്ലാതെ ഒരു റോൾ പ്ലേ കാർഡ് നമുക്ക് കാണത്തില്ല. അപ്പോൾ അഡ്വൈസ് കൊടുക്കുമ്പം നമുക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ഷുഡ് അല്ലെങ്കിൽ ഷാൽ. ഈ ഷുഡ് യൂസ് ചെയ്യുന്നതും ഒരു കമ്പൽഷനാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തേ പറ്റൂ, യു ഷുഡ് ഡു. പക്ഷെ നമുക്ക് മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഡ് എന്നുള്ളത് ഒരിക്കലും കമ്പൽഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമ്മളത് നോർമൽ വേയിൽ യൂസ് ചെയ്യത്തേ ഉള്ളൂ. യു ഷുഡ് ഡു ദാറ്റ്, സോ യു ഹാവ് ടു
അല്ലേ, ഈ യു ഹാവ് ടു, യു നീഡ് ടു, യു ഷുഡ്, ഇതെല്ലാം തന്നെ നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനടുത്ത് പോലും സംസാരിക്കുമ്പം നമ്മൾ യൂഷ്വലി നീഡ്, കുഡ്, ഇതൊക്കെ ഐ മീൻ നമ്മൾ ആലോചിക്കാതെ പറയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരു ഇന്നർ മീനിങ്സ് ഉണ്ട് ഓരോ സിറ്റുവേഷനിലും. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് പറയുമ്പോൾ യു നീഡ് ടു ഡു ദ ഡ്രസ്സിങ് ഡെയിലി, ഓക്കെ, ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതും യു ഷുഡ് ഡു, യു നീഡ് ടു ഡു, ഇത് രണ്ടും നമ്മളൊരു കമ്പൽഷനാണ് പറയുന്നത്, നീ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ OET നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് നമ്മളെപ്പോഴും പൊളൈറ്റായിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർത്തി ടു ഡു. നിങ്ങൾ OET ലെറ്ററിൻ്റെ റൈറ്റിംഗ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എഴുതുന്ന കാര്യം ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ കൈൻഡ്ലി നമുക്ക് യൂസ് ചെയ്യാം, പ്ലീസ് യൂസ് ചെയ്യാം, ഇറ്റ് വുഡ് ബി ബെറ്റർ. കൈൻഡ്ലി നമുക്ക് മാക്സിമം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പ്ലീസ് യൂസ് ചെയ്യാം. പ്ലീസ് ട്രൈ ടു കണ്ടിന്യൂ ദ ഡ്രസ്സിങ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഡെയിലി, ഓക്കെ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർത്തി ടു ഡു നമുക്ക് പറയാം, ഇറ്റ് ഈസ് നെസസറി ടു ഡു നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്ലീസ് നോട്ട്, ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഡു ദ ഡ്രസ്സിങ് ഡെയിലി വൺസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ, ഓക്കെ. സോ അങ്ങനെ റൈറ്റിംഗ് പാർട്ടിൻ്റെ, OETയുടെ റൈറ്റിങ്ങിൻ്റെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഫ്രേസസ് എടുത്ത് നമ്മൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് സെക്ഷനിൽ യൂസ് ചെയ്താൽ മതി മാക്സിമം. അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. യു നീഡ് ടു, യു ഹാവ് ടു, ഇതൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ എക്സാമ്പിൾ നമ്മൾ പേരൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ഒരാൾ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പ്ലീസ് ട്രൈ ടു ടേക്ക് ദ മെഡിക്കേഷൻ ഓൺ ടൈം ആൻഡ് മേ ബി അവിടെ നമുക്ക് ഈ ക്യാൻ യൂസ് ചെയ്യാം, ആൻഡ് യു ക്യാൻ കണ്ടിന്യൂ ദ ഡ്രസ്സിങ് ആസ് പെർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ. പ്ലീസ് നോട്ട്, യു വിൽ ഹാവ് എ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ആഫ്റ്റർ 3 weeks. പ്ലീസ് ട്രൈ ടു കോൺടാക്ട് us if you need any help, ഓക്കെ. അപ്പോൾ പ്ലീസ്, കൈൻഡ്ലി, please not, off not, kindly not, it is worthy to do that, അല്ലെങ്കിൽ it would be appreciated if you can. സോ ഇതെല്ലാം തന്നെ നമ്മൾ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ് അല്ലേ, റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ. ഇതെല്ലാം നിങ്ങൾക്ക് OETയുടെ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പം സെയിം ഫ്രേസസ് റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈവൻ അത് റൈറ്റിങ്ങിലാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെയിം ഫ്രേസസ് യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ ആ ഒരു പ്രസൻറ്റേഷനെ എഫക്റ്റ് ആവും. സോ മാക്സിമം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഇങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം ആ ഒരു പൊളൈറ്റ്നെസ് നമ്മുടെ സ്പീക്കിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് ഈസി ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് നോർമൽ വേയിൽ വരില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കൊളീഗ്സിനടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനടുത്തോ സ്പീക്കിംഗ് പാർട്ട്ണറടുത്ത് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സിനടുത്ത് സംസാരിക്കുമ്പം ഈ ഒരു വേ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം പലർക്കും ഇത് പെട്ടെന്ന് വരുന്നില്ല, വായിലത് വരില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീക്കിംഗ് കാർഡ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ ഒരു സൈഡിൽ ഈ ഫ്രേസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഒരു 10 കാർഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരാവുന്നേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമാണ് ഓക്കെ അല്ലേ, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഓക്കെ. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈവൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു ഒരു മെത്തേഡ്, അതായത് എങ്ങനെ ഈ ഓക്കെ മാറ്റാം എന്നുള്ളത്. ഞാൻ ഒത്തിരി ഓക്കെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മുടെ കോൺവെർസേഷൻ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഓക്കെയാണ് നമ്മൾ ആ ഒരു മിനിറ്റിൽ തന്നെ. ഇപ്പോൾ ഒരു മിനിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു മോർ ദാൻ 20 ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഓക്കേക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് വെൽ. ഓക്കെ, ഇപ്പം നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഈ വെൽ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യും. അതൊരു യൂഷ്വൽ വേർഡാണ്. ഓക്കെ നമ്മൾ അത്രയ്ക്ക് വലുതായിട്ടങ്ങ് യൂസ് ചെയ്യത്തില്ല. വെൽ, പെർഫെക്റ്റ്, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെയുടെ ശരിക്കുള്ള മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പെർഫെക്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഒരു ഹാപ്പിനെസ്സോട് കൂടി നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഓക്കെ എന്ന് പറയുന്നത്. ഓൾ വെൽ എന്നുള്ള മീനിങ്ങിൽ, പക്ഷേ ഓൾ റൈറ്റ് എന്നുള്ള മീനിങ്ങിൽ. പക്ഷേ നമ്മളിപ്പം അവരൊരു പ്രശ്നം പറയുവാണ്, സോ ഐ ഹാവ് ദീസ് ഇഷ്യൂസ് ആൻഡ് ഐ എം സോ വറീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഓക്കെ യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് ഒരു കറക്റ്റായിട്ടുള്ള യൂസേജ് ആയിരിക്കത്തില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് വെൽ യൂസ് ചെയ്യാം. വെൽ മിസ്റ്റർ തോമസ്, ഐ ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ബട്ട് നോ നീഡ് ടു വറി. ആ രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. സോ ഓക്കെ യൂസ് ചെയ്യുക, ബട്ട് അത് ഓവർ യൂസ് ആകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെല്ലും കൂടെ യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോൺ കേസ് സിനാരിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് വെച്ചാണ് നമ്മൾ
നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് പേര് ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മിസ്റ്റർ ജെൻസൺ, താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ലെഗ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ടാസ്കിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നുള്ളൂ. സോ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്നുള്ള ഫ്രേസ് നമുക്കൊത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എഴുതി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതായത് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഇപ്പോൾ നോൺ കേസ് ആണെങ്കിൽ മിസ്റ്റർ പേരും കൂടെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകത്തേ ഇല്ല നോൺ കേസിൽ. അത് നമ്മൾ എക്സാമിനും നമുക്ക് അതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഫ്രേസസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഡ് ആയിക്കോളും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് യൂസ്ഡ് ആയിക്കോളും. സോ ഇങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കുറച്ചുകൂടി പൊളൈറ്റ്നസ് ആക്കാവുന്നേ ഉള്ളൂ. വേറൊരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന OET റോൾ പ്ലേയിലെ നമ്മൾ സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ 40 years ഓൾഡ് ആവാം, ചിലപ്പോൾ 30 years ആവാം, ചിലപ്പം 18 years കോളേജ് പഠിക്കുന്ന കുട്ടികളാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെരി ഓൾഡ് ഏജ് 80 years ഒക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ മെയിൽ ഫീമെയിൽ എല്ലാവരും കിട്ടാറുണ്ട്. അപ്പം എങ്ങനെയായെന്ന് പറഞ്ഞാലും നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്യുക, യു ആർ ടോക്കിംഗ് ടു എ എൽഡർ പേഴ്സൺ. ഓക്കെ, ഇപ്പം നമ്മൾ ഒത്തിരി പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പം നമ്മുടെ ടോൺ നമ്മളറിയാതെ തന്നെ മാറിപ്പോവും, അല്ല? നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പം നാട്ടിലുള്ള സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രായമുള്ള അമ്മച്ചിമാരെയോ അപ്പച്ചന്മാരെയോ കാണുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൗണ്ട് കുറച്ച് മാറും, അല്ലേ? എന്നെ അപ്പച്ച എന്നുണ്ട്, സുഖമാണോ അങ്ങനെ ചോദിക്കുന്നതും ഹായ് എന്തുണ്ട് സുഖമാണ് എന്ന് നമ്മുടെ ഏജിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നു. കുട്ടികളുടെ അടുത്ത് ഹായ് പിന്നൂസി എന്നാണ്ട്, ആ ഒരു ടോൺ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റും. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് മാറ്റുന്നതല്ല, അൺകോൺഷ്യസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ OET റോൾ പ്ലേയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾ ഒരു ഏൾഡർലി പേഴ്സൺ ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടോൺ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതൊന്നും പെട്ടെന്ന് പറ്റുന്നതല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ മാറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിക്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പം അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പൊളൈറ്റ്നസ് വരാത്തവർക്ക് കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, കാരണം നമ്മളത് യൂസ്ഡ് ആണ്. ഈ ഷുഡും നീഡ് ടു ഒക്കെ യു ഹാവ് ടു ഇതെല്ലാം തന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, കുറച്ചെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇത് കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.